വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? വീട്ടിലൊക്കെ എല്ലാരും എന്നാ പറയുന്നു ഷോ ഒക്കെ കണ്ടതിന് ശേഷം? ഭയങ്കര സന്തോഷം. ആണോ? ആരൊക്കെയുള്ള വീട്ടില്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. കുഞ്ഞുങ്ങളുണ്ട്. പഠിക്കുവാന്നോ അവരൊക്കെ? മോൻ 4 വയസ്സായതേ ഉള്ളു. 4 വയസ്സായതേ ഉള്ളൂ. അപ്പൊ ഇവിടെ വരുമ്പോ ആരാ കൊച്ചിനെ നോക്കുന്നത്? അമ്മയാണോ? അമ്മ അച്ഛനുണ്ട്. അമ്മ അച്ഛനെ നോക്കുന്നുണ്ട്. ശരി. ഹസ്ബൻഡ് എന്ത് ചെയ്യാ? ഹസ്ബൻഡിന് ടൈൽസിന്റെ പണിയായിരുന്നു. പ്രണയവിവാഹമായിരുന്നു. ഒരു ലവ് സ്റ്റോറി കണ്ടോ? അതൊക്കെ വന്നപ്പോ ചിരി വന്നെങ്കിൽ പറ ഇങ്ങോട്ട് കഥ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു കാണുന്നത് ആളെ. അന്തിമുല്ല ഒന്ന് ബാക്കിങ്ങിൽ വന്നിരുന്നെങ്കിൽ രസം. അന്തിമുല്ല എല്ലായിടത്തും നോക്കേട്ടാ. അതെ, എല്ലാത്തിനും പറ്റും. എല്ലായിടത്തും നോക്കിയാ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു കാണുന്നത്. അച്ഛന്റെ കൂടെ ജോലിക്ക് തന്നെയായിരുന്നു. അപ്പോഴും വീട്ടിൽ വന്നാൽ മിണ്ടത്തില്ല, എന്നെ കണ്ടാൽ മിണ്ടത്തില്ല, ഓട്ടക്കൊണ്ടിട്ട് നോക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് +1 കഴിഞ്ഞു. +1 കഴിഞ്ഞ സമയത്ത് +2 പോവുക. അപ്പൊ ആ ടൈമില് അച്ഛൻ ഫോൺ കൊണ്ടുപോയില്ല. അച്ഛനൊരു കുഞ്ഞു കീപാഡ് സെറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ ഫോൺ ബെല്ലടിച്ച് കണ്ടുകൊണ്ട് എടുത്തപ്പോ ആളാ വിളിച്ചത്. എന്നോട് ചോദിക്കാ എന്തോ എടുക്കുക? ഞാൻ പറഞ്ഞ് ഇവിടെ ഇരുന്ന് TV കാണുക എന്ന് പറഞ്ഞ്. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഒരു കാര്യം പറയാനുണ്ട്, ഞാനൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് വിളിക്കും, ഇയാൾ ഫോൺ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എടുക്കാലോ, എപ്പോഴും വരുന്നതല്ലേ. അങ്ങനെ ഉച്ചയൊക്കെ ആയപ്പം എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തിനാ ഇങ്ങനെ വിളിക്കുന്നയാള്? അപ്പൊ എന്നോട് പറയാ, അതെ ഞാൻ വൈകുന്നേരം പറയാം. ഞാൻ ശരി. വീണ്ടും അപ്പൊ ഒരാഗ്രഹം ഉണ്ട് അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കാൻ വേണ്ടി. പിന്നെ ഇല്ലാതിരിക്കുവോ? അങ്ങനെ വിളിച്ച് സംസാരിച്ചു. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞ്, ശാരിക എടാ എനിക്ക് ഇയാളെ ഇഷ്ടം കേട്ടോ, ഇയാൾക്ക് എന്നെ ഇഷ്ടമാണോ? അപ്പോഴും ഞാൻ വെച്ച് ഇച്ചിരി ഗമ അടിക്കാന്ന് കരുതി. ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടമല്ല. എല്ലാ പെണ്ണുങ്ങൾക്കും ആദ്യം പറയുള്ളൂ ഞങ്ങളുടെ ഇഷ്ടമാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം, എന്നിട്ട് പുറകെ നടക്കണം. പുറകെ നടന്ന് ഇഷ്ടപ്പെടുത്തി എടുത്തു കഴിയുമ്പോ നമുക്ക് ഇഷ്ടമുണ്ടാവും. നോക്കട്ടെ. എന്നിട്ട് അപ്പോഴത്തേക്കും കരഞ്ഞു കേട്ടോ അവിടുന്ന്. ഭയങ്കര വിഷമമായി പോയി കരയുന്നപ്പോഴത്തേക്ക്. നമ്പരാ അത് കഴിഞ്ഞതിന് ശേഷം നാളെ ഒന്ന് കാണാൻ പറ്റുമോ? അപ്പോഴേ ഞാൻ +2 പഠിക്കുക. ഞാൻ പറഞ്ഞു ശരി കാണാം. ഞങ്ങളുടെ സ്കൂൾ ഇവിടെയാണ്, റോഡ് ഇവിടെ, അതിന്റെ തൊട്ടിപ്പുറത്തൊരു അമ്പലമുണ്ട്. കാണാൻ വേണ്ടി മാത്രം ഞാൻ അന്ന് അമ്പലത്തിൽ പോയി. അപ്പൊ മഴയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കരയണ്ട, എനിക്ക് ഇഷ്ടം കേട്ടോ. ഒരു കൊടക്കീഴിലാണോ? കൊടയൊന്നുമില്ല, സ്കൂളിന്റെ വാരാന്തയിലായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇഷ്ടമോ? അപ്പൊ എന്നെ തന്നെ എങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞു. അവിടെ ഒരു അമ്പലമുണ്ട്, ഗുഹാക്ഷേത്രം എന്ന് പറയും. അവിടെ പേരെഴുതി വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിക്കാൻ പറ്റൂന്ന് പറഞ്ഞു രണ്ടുപേരുടെ. അവിടെ ചെന്നിട്ട് പേരൊക്കെ എഴുതി വെച്ചു, തിരിച്ചു വന്ന്. പിന്നെ ഡെയിലി ഫോൺ വിളിയാ. വെളുപ്പിന് 3 മണിക്കൊക്കെ ഞങ്ങള് ഡെഡിക്കേഷൻ. ഒടുവിൽ എന്റെ വീട്ടിലറിഞ്ഞായിരുന്നു. അപ്പൊ വീട്ടിലറിഞ്ഞ ആകെ പ്രശ്നമായി. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. ശരി, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു. ഫസ്റ്റിലെ ബൈക്കും കൊണ്ടുവന്ന് ഞങ്ങൾ പോയി. ഞങ്ങളെ പോലീസ് പിടിച്ചു. കേസായി. തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിട്ട് 2 പ്രായമില്ലായിരുന്നു, പ്രായം കുറവായിരുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് പിന്നെ കാണാനോ മിണ്ടാനോ ഒന്നും പറ്റത്തൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു വീട്ടിലാരുമില്ല, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ചോദിച്ചു. പോവാനല്ല, പോവാന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇയാൾക്കൊരു സ്ഥലം കൊണ്ടുവന്ന് കാണിച്ചു തരാം. ഞാൻ അങ്ങനെ തിരുവനന്തപുരത്തോട്ടൊന്നും അങ്ങോട്ട് പോയിട്ടില്ല, നമ്മുടെ ഇവിടെ കൊല്ലമല്ലേ. അപ്പം ഞാൻ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞു നമുക്കൊരു സ്ഥലത്ത് പോവാൻ, പോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അവിടെ ഭയങ്കര ഒരു കെട്ടിടോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്നെ കൊണ്ടുപോയി. ഞങ്ങൾ 2 കൂടെ ബസ് കയറി അവിടെ ചെന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് കൊണ്ട് കാണിച്ചു തന്നെ. വരെ ചിന്തിച്ച് കാലഘട്ടം കുറച്ച് ഇതായോട്ടെ അന്ന് ലുലു വന്നിട്ടില്ല. ഞാൻ ബിഗ് ബസാറെങ്കിലും ആയിരിക്കും, ഈ ഫോട്ടോ ഒരു സാമല്യ കോംപ്ലക്സ് എങ്കിലും ഞാൻ അത്രയെങ്കിലും പ്രതീക്ഷിച്ചു. എന്നിട്ട് അന്ന് ഞങ്ങളൊരു 10 മണിയൊക്കെ ആയിട്ട് ചെന്ന് 4 മണി വരെ ആ മെഡിക്കൽ കോളേജ് മൊത്തം എന്നെ ഇട്ട് ചുറ്റി. അവിടുന്ന് ചോറൊക്കെ മേടിച്ച് കഴിച്ച്. അവിടെ പൊതിച്ചോറുണ്ട്, അത് മേടിച്ചു കൊടുത്തു. അതൊക്കെ മേടിച്ച് കഴിച്ച് തിരിച്ചും കഴിഞ്ഞ് പോരുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട്ടിൽ പിന്നെയും പ്രശ്നം. 2ാമത് ഞങ്ങൾ വിളിച്ചോടി വീണ്ടും. അപ്പം വീട്ടിലൊക്കെ അറിഞ്ഞ് ആകെ പ്രശ്നമായി പോയി. എല്ലാവരും അറിഞ്ഞ്, നാട് മൊത്തമൊക്കെ അറിഞ്ഞ്, നാട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. എല്ലാവരും ഇടപെട്ട്. അപ്പം അമ്മയൊക്കെ പറഞ്ഞു ഇനി വേണ്ട, ഇനി അവളെ ഞങ്ങൾക്ക് വേണ്ട. നാണക്കേടായിട്ടില്ല, ഇനി വേണ്ട, ഇനി ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മോളില്ല, പോട്ടെ എന്നൊക്കെ പറഞ്ഞ അമ്മയും അച്ഛനൊക്കെ. അങ്ങനെ ഞാനും പിന്നെ ആളെ മതി എന്ന് പറഞ്ഞ് ഞാനും അങ്ങ് നിന്ന്. സ്റ്റേഷനിൽ വിളിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ പോകത്തില്ല, ഞാൻ ആളുടെ കൂടെ പോകത്തുള്ളൂ, എനിക്ക് ആള് മതി എന്നും പറഞ്ഞ് ഞാൻ ആളുടെ കൂടെ പോയി. അങ്ങനെ ഞങ്ങള് സുഖ ലൈഫായിരുന്നു. അല്ല 18 വയസ്സായിരുന്നോ? 18 വയസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു. മാസങ്ങൾ കടന്നു പോയില്ലയോ? മെഡിക്കൽ കോളേജ് ചുറ്റിക്കാണാൻ തന്നെ എടുക്കും 2 കൊല്ലം. അങ്ങനെ അതങ്ങനെ ശുഭം.
അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ഞങ്ങൾ ഡിവോഴ്സാണ്. ആള് വേറെ കല്യാണം കഴിച്ചു. ഞാനും എൻ്റെ കുഞ്ഞുമായിട്ട് അച്ഛൻ്റെ അമ്മയുടെ അടുത്താണ്. ഇപ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ തിരക്കാനും എടുക്കാനും ഒന്നും പോയിട്ടില്ല, വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും പോയിട്ടില്ല. പക്ഷെ എനിക്കൊരു പാഠം കിട്ടി അതിലൂടെ. ഒരാളെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടല്ലോ, ആ ചതിക്കുന്ന ഫീലിങ്സും ആ ഒരു വേദനയുണ്ടല്ലോ. ഞാനൊരു 3 മാസത്തോളം ഞാൻ ഉറങ്ങിയിട്ടില്ല. ഏറ്റവും കൂടുതൽ എനിക്ക് വിഷമമായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ കല്യാണം കഴിഞ്ഞു വേറെ കല്യാണം കഴിഞ്ഞു 2 മക്കളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഡിവോഴ്സ് ആവുന്നത്. കല്യാണം കഴിഞ്ഞതിന് ശേഷം ആൾ എൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ അന്ന് രാത്രിയിൽ എന്നെ വീഡിയോ കോൾ വിളിച്ച് എന്നെ കാണിച്ചു തന്നു. എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങ് അപ്പുറമായി പോയി. അച്ഛൻ്റെ അമ്മയുടെ വാക്കും കേൾക്കാതെ ഞാൻ ഇറങ്ങി പോയിട്ടാണല്ലോ എനിക്കിത് പറ്റിയെന്നുള്ളൊരു വിഷമം എനിക്ക്. നാട്ടുകാരുടെ കളിയാക്കലെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, അമ്മാതിരി കളിയാക്കുമായിരുന്നു എന്നെ കളിയാക്കുന്നത്. നീ എന്ത് കണ്ടിട്ടാ നീ പോയത്, നീ അതില്ലേ ഇതില്ലേ, പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഒരു ജോലിക്ക് പോകാൻ പറ്റത്തില്ല. ഇവിടെ അന്ന് എൻ്റെ കുഞ്ഞിന് 1.5 വയസ്സേ ഉള്ളായിരുന്നു. ആ കുഞ്ഞിനെ കൊണ്ട് ഞാൻ വീട്ടിൽ വന്നായിരുന്നു. അപ്പം അച്ഛൻ ജോലിക്ക് പോയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് മാത്രം പറ്റത്തില്ലല്ലേ. പിന്നെ അത് മാത്രമല്ല, പിന്നെ അനിയത്തിയുടെ കല്യാണവും കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേക്കും കടങ്ങളായി, വീട് ലോണ് വെച്ചു, ആകെ പ്രശ്നമൊക്കെ ആയി. അത് കഴിഞ്ഞ ശേഷം ഞാൻ കരുതി ജോലിക്ക് പോയി തുടങ്ങാം, കുഞ്ഞിനെ കൊണ്ട് തന്നെ കുഞ്ഞുണ്ടല്ലോ, കുഞ്ഞിനെ നോക്കണ്ടേ, എത്രയായാലും ഞാൻ പ്രസവിച്ച കുഞ്ഞല്ലേ. ഒരാളെ ആളും കൊണ്ടുപോയി, ഒരാളെ എൻ്റെ കയ്യിലും തന്നെ. എനിക്ക് ഒരേ സമയം 2 ദുഃഖം എനിക്ക്. 1 എൻ്റെ കുഞ്ഞു പോയി, 2 എൻ്റെ ഭർത്താവ് പോയി. 2 പേരും അവരവിടെ വിളിക്കും, മോൻ വിളിക്കും, സംസാരിക്കും, ഇപ്പോഴും വരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അച്ഛൻ്റെ അമ്മയും പിന്നെ ജോലിക്ക് നിങ്ങൾ ഇനി ജോലിക്ക് പോകണ്ട, ഒരുപാട് പ്രായമായി, ജോലിക്ക് പോകണ്ട, നിങ്ങൾ ഇനി ഇവിടെ നിന്നാൽ മതി. എന്നിട്ട് ഞാൻ തന്നെ ജോലിക്ക് പോയി തുടങ്ങിയത്. ഞാൻ തട്ടുകട ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ പെട്രോൾ പമ്പിൽ ജോലിക്ക് നിന്നിട്ടുണ്ട്, ഞാൻ വെളുപ്പിന് പത്രം ഇടാൻ ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചെയ്യാത്ത ജോലി ചുരുക്കോ ഞാൻ കശുവണ്ടി ഫാക്ടറി ജോലിക്ക് പോയിട്ടുണ്ട്, ഞാൻ റബ്ബറിന് പ്ലാറ്റ്ഫോം ചെത്താൻ ഞാൻ പോയിട്ടുണ്ട്. എനിക്ക് ഈ സമയം വരെ ഞാനൊരു 500 രൂപ കൂടുതലുള്ള ഒരു ഡ്രസ്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ ഇട്ടിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലെ കാര്യം. എൻ്റെ വീട് ഇപ്പോഴും ഓലയിട്ട വീടാട്ടോ, ഓലയിട്ട് മറ്റേ കട്ട കിട്ടിയ ആ വീടാ. പഞ്ചായത്തിൽ നിന്ന് ഞാനും അമ്മയും കൂടെയൊക്കെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വീട് റെഡിയായി, വാർപ്പ് ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ, തറ ഇപ്പം തൽക്കാലം ഒന്ന് ഇട്ട് വെച്ചേക്കുക, അവിടെ കറണ്ട് കാര്യങ്ങളോ ഒന്നുമില്ല. എൻ്റെ കൊച്ച് ഈ ടൈലൊക്കെ ഇട്ട വീട്ടിൽ ചെല്ലുമ്പോൾ എൻ്റെ മോൻ ചോദിക്കും, അമ്മ ഇതെന്താമ്മ നമ്മുടെ വീട്ടിൽ ഇല്ലാത്ത, നമ്മുടെ വീട് മാത്രം എന്തോമ്മ ഈ ചാണകം തളിച്ച് തറയാട്ടിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിനൊരു നല്ല ഉടുപ്പ് വാങ്ങാനാവട്ടെ, അല്ലാതെ അവൻ തന്നെ ചോദിക്കും എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക്, അമ്മ എന്തിനാ കരയുന്നത്. ഞാൻ കരയുന്ന ആരെയും ഞാൻ കാണിക്കത്തില്ല. ഇവർ തന്നെ ഇവിടെ വന്നപ്പോഴാണ് ഇവർ 2 പേരും പോലും എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്നത്. ഇപ്പോഴാണ് അവർ എൻ്റെ കാര്യങ്ങൾ അറിയുന്നത്. എൻ്റെ കുഞ്ഞ് എന്നോട് ചോദിക്കുന്നത്, അമ്മ അമ്മയ്ക്ക് ആരും ഇല്ലെങ്കിലും ഞാനില്ലേ അമ്മ, അമ്മയ്ക്ക് അമ്മ എന്തിനാ വിഷമിക്കുന്നത്. ആ പൊടി കുഞ്ഞെന്നോട് എത്ര ചോദിക്കുന്നത്, ഞാനില്ലേ. എൻ്റെ കുഞ്ഞിനെ വെച്ചുകൊണ്ട് ഞാൻ മരിക്കാൻ ഒരുങ്ങി കേട്ടോ. പിന്നെ ഞാൻ എന്തിനാ ഞാൻ മരിക്കുന്ന, എന്തിന് അയാൾ പോയതിന് ഞാൻ മരിക്കുന്ന എന്തിന്. എൻ്റെ കുഞ്ഞിനെ ഞാൻ ജീവിക്കണ്ടേ, അവനെ ഞാൻ നോക്കണ്ടേ. ആരും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞുണ്ടാവും എന്നറിയാം. എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീട് വേണം. എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം. അടച്ചുറപ്പുള്ളൊരു വീട്ടിൽ കിടക്കണം, പഴയ വീടിന് കതുകില്ല, അടച്ചുറപ്പുള്ളൊരു വീട് വേണം. അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ചേച്ചി. പിന്നെ എനിക്ക് ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമഡി മാസ്റ്റേഴ്സിൽ വന്നത്, അതെനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ടിരിക്കുക അതിൽ വന്നത് തന്നെ. ഇനി എൻ്റെ കുഞ്ഞിനെ വളർത്തണം, എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് എനിക്ക് ജീവിക്കണം. ഈ കളിയാക്കിയ ആൾക്കാരെല്ലാം ഇപ്പം എന്നോട് എന്ത് സ്നേഹമാണെന്നറിയാവോ, ഓരോരുത്തരൊക്കെ വന്നിട്ട് പറയുന്നത്. അങ്ങനെ ഒരു ഇതാക്കി തന്നത് എനിക്ക് അമൃത TV, ഈ കോമഡി മാസ്റ്റേഴ്സ് എന്ന പ്രോഗ്രാമാ. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ കടപ്പാട്. മനസ്സിലായി. പക്ഷേ ഈ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും, അതായത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം വിചാരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും എന്തിന് ഇത്ര വിഷമം ഞങ്ങൾക്ക് ദൈവം തരുന്നതെന്ന്. പക്ഷേ എല്ലാവരുടെയും ലൈഫിൽ ഓരോ വിഷമങ്ങളുണ്ട്. അത് നമുക്ക് ദൈവം തരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, നമ്മളെ കൊണ്ട് അത് അതിജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ള ഉറപ്പുള്ളപ്പോൾ മാത്രമേ ദൈവം അങ്ങനത്തെ വിഷമങ്ങൾ നമുക്ക് തരുള്ളൂ. എലി, നമ്മളെല്ലാവരും മനുഷ്യരാണ് അല്ലേ, നമുക്കൊക്കെ എല്ലാവർക്കും തെറ്റുപറ്റും,
ഇത് എട്ടും പൊട്ടും തിരിയാത്തൊരു പ്രായത്തിൽ ചെയ്തൊരു ചെറിയൊരു തെറ്റിന്റെ പേരിൽ ജീവിതാവസാനം മുഴുവൻ ഒരാൾ നിന്ന് വിഷമിക്കുക എന്ന് പറയുന്നത് അത് ഇത് കേൾക്കുന്ന നാട്ടുകാരടക്കം ചേച്ചിനെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഞാൻ പറയാണ്. ഇത് എല്ലാവർക്കും പറ്റുന്നതാണ്. അതങ്ങ് കളയുക, ചേച്ചിയും കളയുക. കാരണം ചേച്ചി നിൽക്കുന്ന അങ്ങനത്തെ ഒരു ഫ്ലോറിലാണ്. ഇനിയും ഈ പറഞ്ഞ കലാകാരി എന്ന രീതിയിൽ തന്നെ ചേച്ചി നന്നായി വരട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. അല്ല, അത് മാത്രല്ല, ഇതിനകത്ത് മോനല്ലേ, മോൻ എത്ര വയസ്സ്? 4 വയസ്സുള്ള 4 വയസ്സുള്ള അവനെ പഠിപ്പിച്ച് മിടുമിടുക്കനാക്കി നല്ലൊരു പൊസിഷനിലാക്കി കാണിച്ചു കൊടുത്ത് വേണം ഇതിന് പകരം ചോദിക്കാൻ. അതെ അതെ. എന്റെ മോന്റെ പിറന്നാളിന്റെ അന്നായിരുന്നു ഫസ്റ്റ് ഞങ്ങൾ വന്ന സ്കിറ്റ് ടെലികാസ്റ്റ് ചെയ്തത്. എന്റെ മോൻ അവിടെ എല്ലാം പറയാം, എന്റെ അമ്മ TV വന്നേ, എന്റെ അമ്മ TV വന്നേ. അവന് വലിയ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റില്ല, അതല്ലേ ഏറ്റവും വലിയ ഗിഫ്റ്റ്. കൊച്ചിന്റെ പേരെന്നാ? ഗൗതം. മൂത്ത ആളുടെ പേര് ഗൗരീഷ്. ഓക്കെ, ഗൗതമിന് നമുക്ക് ഹായ് കൊടുക്കാം കേട്ടോ. ഞങ്ങളുടെ എല്ലാവരുടെ അന്വേഷണം പറയണം, മറ്റേ കുഞ്ഞിനോട് ഞങ്ങളുടെ അന്വേഷണം പറയണം. ഇപ്പൊ ശാരിക നന്നാവണം എന്ന് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട്, നാട്ടുകാർക്കുണ്ട്, ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് എല്ലാ കാര്യവും സോർട്ട് ചെയ്ത് മുന്നോട്ടേക്ക് പോകാം. ഞങ്ങളുണ്ട് കൂടെ. ഹാപ്പി അല്ലേ? അത്രേ ഉള്ളൂ. ഇനി ടെൻഷനൊക്കെ വിട് കേട്ടോ, ടെൻഷൻ എല്ലാം വിട്. ശരി പക്രചേട്ടാ, അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബാറ്ററി ചാർജ് ആയതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയണ്ടയോ? തീർച്ചയായിട്ടും അറിയണം. അത് മാത്രമല്ല, ഇവർക്ക് എത്ര കിട്ടിയെന്ന് ആദ്യം നമുക്കറിയണം. അതെ, അപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പെർഫോമൻസിന് എത്രത്തോളമാണ് ബാറ്ററി ചാർജ് കയറിയിരിക്കുന്നത് എന്നുള്ളത് നോക്കിയാലോ? ഈ ₹13,000 ആണ് നിങ്ങളുടെ ഈ ഒരു സ്കിറ്റ് പെർഫോമൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. ഹാപ്പി അല്ലേ? അപ്പൊ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ബാങ്ക് ഓഫ് കൊച്ചിനോട് ചോദിക്കും, ആ 13,000 ട്രാൻസ്ഫർ ചെയ്ത് തരൂ. ബാങ്കുമായിട്ടിരിക്കുന്ന കൊച്ച്, അതാണ് ബാങ്ക് ഓഫ്. അല്ല, അതിന് മുമ്പ് ഒരു കാര്യം പറയാനുള്ളത്. നമ്മളിവിടെ നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിൽ ചിരിയുടെ ബാറ്ററിയാണ് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവര് 3 പേരും ശക്തരായ സ്ത്രീകളാണ്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഇവർ പറയുന്ന ചില കാര്യങ്ങളിൽ മനുഷ്യത്വത്തിന്റെ ചാർജും നമ്മളിലുണ്ടാവും. തീർച്ചയായിട്ടും മനസാക്ഷിയുടെ ചാർജ്, അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ. കാരണം ഇവരിവിടെ വന്ന് കാര്യങ്ങൾ പറയുന്നതിനകത്തുനിന്ന് നമുക്കൊരു വല്ലാത്തൊരു ഒരു അനുഭവകഥ എന്നുള്ളതല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ഇവരുടെ ആ ഒരു ഊർജം നമ്മളിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇത് കാണുന്ന നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സും ചാർജ് ആയിട്ടുണ്ട്. അപ്പോൾ ബാറ്ററിയെ മാത്രമല്ല, നമ്മുടെ മനസ്സിനെയും കൂടെ ചാർജ് ആക്കുന്ന ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു മനുഷ്യത്വത്തിന്റെ ബാറ്ററി കൂടി ചാർജ് ചെയ്യാൻ പോവാം. ഓക്കെ, അപ്പോൾ അത് എത്രയാണെന്ന് കൂടെ കാണാം. ഓക്കെ, അതായത് എല്ലാരും കൂടെ ഒരു പോസിറ്റീവ് വൈബ് അങ്ങോട്ടേക്ക് തന്നിരിക്കാണ്. ആ ബാറ്ററി എത്രത്തോളം ചാർജ് ചെയ്തിട്ടുണ്ടോ നമുക്ക് നോക്കിയാലോ? മനസ്സിലായോ? ഒരു ബാറ്ററി കൂടെ ഇതാ ഇപ്പൊ അൺലോക്ക് ആവാൻ പോവാ, നമുക്ക് നോക്കാം. ഹലോ, മനുഷ്യത്വത്തിന്റെ ചാർജ് ചെയ്തിട്ടിരുന്നു. മനുഷ്യത്തിന്റെ ചാരിറ്റിയിൽ അവരൊക്കെ അവർക്ക് കൂടെ സന്തോഷമായിട്ടെ എന്ന് വെച്ചിട്ടാ മോളെ. ശരി, ഹാപ്പി അല്ലേ? കരയാണ്ട് നിന്ന് കഥ പറഞ്ഞ ആളാണ്. സന്തോഷാ വേണ്ടത്, ചിരിയാ വേണ്ട. നമുക്ക് എടുത്തോ, നിങ്ങളെ സമയം എടുത്തോ. എലിയേ, എന്തോ ഒരു കാര്യത്തിൽ സന്തോഷമായി. നമുക്കൊക്കെ ഇത്രയും മനുഷ്യത്വമുള്ളതുകൊണ്ട് ചാർജായി, ഫുൾ ചാർജ് കിട്ടി. മനുഷ്യത്വം അത്ര ഉണ്ടപ്പ. അതെ, ഉറപ്പായിട്ടും. പക്ഷെ അത് ഗംഭീരമായി. സോ ഹാപ്പി, സോ ഹാപ്പി. തെറ്റല്ലേ? ഇത്രേ ഉള്ളൂ. നമ്മളെല്ലാരും, ഞാൻ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്, നമ്മളെല്ലാരും കൂടിയാൽ നമ്മളെല്ലാരും കൂടെ കൂടിയാൽ അത് പവർ ആക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. അല്ല, ഇതൊരു തുടക്കമായിരിക്കും ചേച്ചി. തീർച്ചയായിട്ടും. ഇതിപ്പോ ഈ കണ്ടില്ലേ, ഈ ചാർജ് ആയില്ലേ, ഇനി അങ്ങോട്ട് ലൈഫ് മൊത്തം ഇതുപോലെ ഫുൾ ചാർജ് ആയിട്ട് പോട്ടെ. അടിപൊളിയാവും. ഇനി നമുക്ക് ആ കൊച്ചു ബാങ്കിനോട് ആ വലിയ എമൗണ്ട് ഇട്ടുതരാൻ പറയട്ടെ. യെസ്, ബാങ്ക് ഓഫ് കൊച്ചി. ചേട്ടാ, ഒരു അക്കൗണ്ട് നമ്പർ കൂടെ തട്ടെ. ആദ്യം ഇതൊന്ന് തെന്നിക്കട്ടെ.